ലാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിലെ ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് എലമെന്റ് ആണ് ലാച്ച് എന്ന് പറയുന്നത്. ലാച്ച് നമ്മൾ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇൻപുട്ടും ഉണ്ട് ഔട്ട്പുട്ടും ഉണ്ട്. മെയിൻ ആയിട്ട് അതിന് രണ്ട് ഔട്ട്പുട്ട് വരും, ക്യൂവും ക്യൂ ബാറും. ഈ ക്യൂ എന്ന് പറയുന്നതാണ് അതിന്റെ പ്രൈമറി ഔട്ട്പുട്ട് അല്ലെങ്കിൽ മെയിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ക്യൂ ബാർ എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ആണ്. ക്യൂവിന്റെ വാല്യൂ എന്താണോ അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും ക്യൂ ബാർ എന്ന് പറയുന്നത്. അപ്പൊ ക്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ ക്യൂ ബാർ 1 ആയിരിക്കും. ഇനി ക്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ ക്യൂ ബാർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നെ ഈ ലാച്ചിന്റെ വാല്യൂ, ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് ലാച്ചിന്റെ ഇൻപുട്ടിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻപുട്ടിലെ വാല്യൂ മാറുന്നതിനനുസരിച്ചായിരിക്കും ലാച്ചിന്റെ ഔട്ട്പുട്ട് വാല്യൂ മാറുന്നത്. പിന്നെ ഈ ലാച്ച് എന്ന് പറയുന്ന ഈ ഒരു എലമെന്റ് ഡേറ്റയെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന ഒരു വാല്യൂവിന് സ്റ്റോർ ചെയ്യാനുള്ള കഴിവും ഈ ലാച്ചിനുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു മെമ്മറി എലമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് എലമെന്റ് ആയിട്ട് ലാച്ചിനെ യൂസ് ചെയ്യുന്നത്. പിന്നെ ലാച്ചിന് മെയിൻ ആയിട്ട് രണ്ട് സ്റ്റേറ്റ് ആണുള്ളത്, സെറ്റ് സ്റ്റേറ്റും അതേപോലെ തന്നെ റീസെറ്റ് സ്റ്റേറ്റും. ഇപ്പോൾ ഈ ഒരു ലാച്ചിന്റെ ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞു, പ്രൈമറി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂ ആണെന്ന്. ക്യൂ എന്ന് പറയുന്ന പ്രൈമറി ഔട്ട്പുട്ട് ഹൈ ആണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ക്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ ലാച്ച് സെറ്റ് സ്റ്റേറ്റിലായിരിക്കും. ഇനി ക്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ അല്ലെങ്കിൽ ക്യൂവിന്റെ വാല്യൂ ലോ ആണെങ്കിൽ ഈ ലാച്ച് എന്ന് പറയുന്നത് റീസെറ്റ് സ്റ്റേറ്റിലായിരിക്കും. ഇതാണ് ഒരു ലാച്ചിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഡയഗ്രം, അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ ഒരു SR ലാച്ചിനെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് SR ലാച്ചിനെ പറ്റിയാണ്. അപ്പൊ SR ലാച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ലാച്ച് എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് എലമെന്റ് ആണ്. പല ടൈപ്പ് ലാച്ച് ഉണ്ട്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഒരു ലാച്ച് എന്ന് പറയുന്നത് SR ലാച്ച് ആണ്. SR ലാച്ച്, S എന്ന് പറഞ്ഞാൽ സെറ്റ്, R എന്ന് പറഞ്ഞാൽ റീസെറ്റ്. ഈ SR ലാച്ചിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം ആണ് ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഒരു സിമ്പൽ ആണ് ഈ കാണിച്ചേക്കുന്നത്. SR ലാച്ചിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എസും അതുപോലെ തന്നെ ആറും ആയിരിക്കും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ലാച്ചിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂവും ക്യൂ ബാറും ആയിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു സിമ്പൽ എന്ന് പറയുന്നത്. ഇനി ഒരു SR ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോ നാൻഡ് ഗേറ്റ് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാൻഡ് ഗേറ്റ് വെച്ച് ഒരു SR ലാച്ച് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, അതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചേക്കുന്നത്. ഇതിന്റെ ഇൻപുട്ട് എസും ആറും ആണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂവും ക്യൂ ബാറും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിന്റെ എക്സ്പ്ലനേഷൻ പറയാം. അതിനു മുന്നേ നമുക്ക് ഇപ്പൊ SR ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ നാൻഡ് ഗേറ്റിന്റെ ഒരു ട്രൂത്ത് ടേബിൾ നോക്കാം. അപ്പൊ നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്ന ഒരു നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് എയും അതേപോലെ തന്നെ ബിയും ആണ് ഇൻപുട്ട് എന്ന് വിചാരിക്കുക. ഔട്ട്പുട്ട് വൈയും ആണെങ്കിൽ നമുക്ക് അതിന്റെ ട്രൂത്ത് ടേബിൾ ആദ്യം നോക്കാം. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും അതേപോലെ തന്നെ ഔട്ട്പുട്ടും വെച്ച് വരയ്ക്കുന്ന ടേബിൾ ആണ് ട്രൂത്ത് ടേബിൾ. ഇവിടുത്തെ ഇൻപുട്ട് എയും ബിയും ആണ്, ഔട്ട്പുട്ട് വൈ ആണ്. അപ്പൊ എയും ബിയും രണ്ട് വേരിയബിൾസ് ഉണ്ട്, അത് വെച്ച് 4 കോമ്പിനേഷൻസ് വരാം. 0 0 0 1 1 0 1 1. നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 1 1 0 ആണ്. ഇതാണ് അതിന്റെ ട്രൂത്ത് ടേബിൾ. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. ഇനി എന്തുകൊണ്ടാണ് ഈ SR ലാച്ചിന് ആ ഒരു നെയിം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഈ ഒരു ലാച്ച് സെറ്റ് ആയിരിക്കും. അതായത് ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ ആർ എന്ന് പറയുന്ന വാല്യൂ 1 ആണെങ്കിൽ ഈ ഒരു ലാച്ച് എന്ന് പറയുന്നത്, ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് റീസെറ്റ് കണ്ടീഷനിലായിരിക്കും. ദാറ്റ് മീൻസ് ക്യൂ ഈക്വൽ ടു ലോ ആയിരിക്കും. ഇങ്ങനെ സെറ്റും
റീസെറ്റും. എസിന്റെ ആറിന്റെ വാല്യൂ അനുസരിച്ച് സെറ്റ് റീസെറ്റ് ഓപ്പറേഷൻ നടക്കുന്നതുകൊണ്ടാണ് നമ്മളിതിനെ SR ലാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് SR ലാച്ചിന്റെ വർക്കിംഗ് നോക്കാം. അപ്പൊ വർക്കിംഗ് നോക്കാൻ വേണ്ടി നമുക്ക് ആദ്യം നമുക്കൊരു കണ്ടീഷൻ എസിനും ആറിനും നമുക്ക് ഡിഫറെന്റ് വാല്യൂ കൊടുക്കാം. ആ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് ഇതിന്റെ ഔട്ട്പുട്ട് എന്ത് വരുന്നു എന്നതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇതിന്റെ വർക്കിംഗ് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആദ്യം നമ്മൾ എസിന്റെ വാല്യൂ 1 കൊടുക്കുകയാണ്, ആറിന് നമ്മൾ 0 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ കൊടുക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഇതിന്റെ വർക്കിംഗ് നോക്കാൻ വേണ്ടി എസിനും ആറിനും ഡിഫറെന്റ് വാല്യൂസ് കൊടുത്തു നോക്കാം. അപ്പൊ എസ് ഈക്വൽ ടു 1 കൊടുക്കുകയാണ്, ആർ ഈക്വൽ ടു 0യും കൊടുക്കുക. ആ ടൈമിൽ ഇതിന്റെ ഔട്ട്പുട്ട് ക്യൂവും അതേപോലെ തന്നെ ക്യൂ ബാറും എന്ത് വരുന്നു എന്ന് നോക്കാം. അപ്പം എസ് 1 ആണ്, ആറും 1 ആണ്, സോറി ആറ് 0യും ആണ്. അപ്പൊ നമുക്കറിയാം നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളിൽ നിന്ന് നാൻഡ് ഗേറ്റിന്റെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 കിട്ടും. സോ ഇവിടെ 6 0 ആണ്, അതുകൊണ്ട് ഈ ഒരു നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് 1 കിട്ടി. പിന്നെ ഈ ഒരു സർക്യൂട്ട് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഔട്ട്പുട്ടിനെ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിനെ ഈ തൊട്ട് താഴെയുള്ള നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിനെ ആദ്യത്തെ നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിലേക്കും ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വർക്കിംഗ് നോക്കാൻ 6 0 കൊടുത്തു, എസ് 1 ആണ്. അപ്പം 6 0 ആയതുകൊണ്ട് ഈ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 കിട്ടി. ഈ 1 എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ചെയ്ത് രണ്ടാമത്തെ നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിലേക്ക് വരും. അപ്പൊ ഈ നാൻഡ് ഗേറ്റിന്റെ സെക്കൻഡ്, ഇപ്പൊ ഈ നാൻഡ് ഗേറ്റിന് നമുക്ക് 1 എന്നും ഈ നാൻഡ് ഗേറ്റിന് 2 എന്നും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 2 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് 2 1 ആ. അപ്പൊ നോക്കിയേ, നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ രണ്ട് ഇൻപുട്ടും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എസ് ഈക്വൽ ടു 1, ആർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇൻപുട്ടിന് ക്യൂവിന്റെ വാല്യൂ 1ഉം ക്യൂ ബാറിന്റെ വാല്യൂ 0 എന്നും കിട്ടി. ഇനി നമുക്ക് അടുത്തൊരു കണ്ടീഷൻ നോക്കാം. എസ് ഈക്വൽ ടു 1 തന്നെയാണ്, ആറ് നേരത്തെ 0 അല്ലേ കൊടുത്തേ, ഇപ്പൊ നമുക്ക് ആർ ഈക്വൽ ടു 1 കൊടുക്കാം. ഓക്കെ, അപ്പോ എസ് എന്ന് പറയുന്നത് പുതിയ വാല്യൂ എസ് എന്ന് പറയുന്നത് 1 ആണ്, ആർ എന്ന് പറയുന്നതും 1 ആണ്. പിന്നെ ഇതൊരു സീക്വൻഷ്യൽ സർക്യൂട്ട് ആണ്. സോ പ്രസന്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും. സോ നമ്മുടെ ഇവിടുത്തെ ഈ ക്യൂ ഈക്വൽ ടു 1ഉം ക്യൂ ബാർ ഈക്വൽ ടു 0 എന്ന് കിട്ടിയ ആ വാല്യൂ ഇപ്പൊ തൽക്കാലം അവിടെ തന്നെ ഉണ്ട്. ആ ക്യൂ ഈക്വൽ ടു 1 എന്ന് പറയുന്ന വാല്യൂ ദേ ഇങ്ങോട്ടും വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്യൂ ബാർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന വാല്യൂ ഇങ്ങോട്ടും പോയിട്ടും ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത് നോക്കാം. അപ്പൊ ആറിന്റെ വാല്യൂ 1 ആണ്, പിന്നെ അതുകൂടാതെ 0 എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയാൽ മതി, നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 വരും. സോ നമുക്ക് 1 0 ഈ ഒരു കണ്ടീഷനിലും ഔട്ട്പുട്ട് 1 കിട്ടും. ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. ഇനി ക്യൂ ബാർ എന്ത് കിട്ടും നോക്കാം. ഈ ഒരു സെക്കൻഡ് നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് എസ് ഇപ്പൊ നമ്മൾ 1 എന്നാ കൊടുത്തെ, ആ 1 ഉണ്ട്. പിന്നെ നേരത്തെ വന്ന ക്യൂവിന്റെ ഔട്ട്പുട്ട് 1 ഇങ്ങോട്ട് വന്നതുകൊണ്ട് അപ്പൊ 2 1 ഇൻപുട്ട് വന്നു. നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ രണ്ട് ഇൻപുട്ടും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ക്യൂ ബാർ എന്ന് പറയുന്നത് 0 കിട്ടി. അപ്പൊ നമുക്ക് നോക്കി മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോ ആദ്യം എസ് ഈക്വൽ ടു 1ഉം ആർ ഈക്വൽ ടു 0, അത് കഴിഞ്ഞ് എസ് ഈക്വൽ ടു 1 ആർ 1 ആയി. പക്ഷെ രണ്ട് കേസിലും ക്യൂവിന്റെ വാല്യൂ 1ഉം ക്യൂ ബാറിന്റെ വാല്യൂ 0 ആവുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളിവിടെ ഒരു ലാച്ച് ഒരു മെമ്മറി എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്ത് ഡേറ്റയെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഇതിന്റെ വർക്കിംഗ് നമുക്ക് വേറൊരു വാല്യൂ, ഇപ്പൊ നമ്മൾ സെറ്റ് വാല്യൂസ് 1 കൊടുത്തു, റീസെറ്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് നോക്കി. ഇനി നമുക്ക് റീസെറ്റിന്റെ വാല്യൂ 1 കൊടുത്തിട്ട് സെറ്റ് വാല്യൂ 1 കൊടുത്ത് നമ്മൾ ഇതൊന്ന് നോക്കി. ഇനി നമുക്ക് സെറ്റിന്റെ വാല്യൂ 0 കൊടുത്ത് ഇതൊന്ന് നോക്കാം. അപ്പോ എസ് ഈക്വൽ ടു 0 കൊടുക്കുക, ആർ ഈക്വൽ ടു 0. ഈ ഒരു കണ്ടീഷൻ നോക്കാം. ഈ ഒരു കണ്ടീഷനില് എസിന്റെ വാല്യൂ 0 ആണ്, ആറിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ നോക്കിയേ, ആറിന്റെ വാല്യൂ 0 ആണ്,
നാൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് എന്ത് വാല്യൂ വരുന്നു നോക്കണ്ട, ഒരു ഇൻപുട്ട് 0 ആണോ, അതുകൊണ്ട് ക്യൂവിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. ദെൻ ആ ഒരു 1 എന്ന് പറയുന്നത് രണ്ടാമത്തെ നാൻഡ് ഗേറ്റിലേക്ക് ഇൻപുട്ട് ആയിട്ട് വരികയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എസ് ഈക്വൽ ടു 0 ആർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് നോക്കുന്നത്. അപ്പൊ എസ് ഈക്വൽ ടു 0 ആർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നോക്കുന്ന ടൈമിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ആർ 0 ആണ്. സോ നമുക്ക് ഈ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 എന്ന് കിട്ടി. ദെൻ ആ 1 ഇവിടുന്ന് സെക്കൻഡ് നാൻഡ് ഗേറ്റിൽ ഇൻപുട്ട് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ എസിന്റെ വാല്യൂ 0 ആണ്. എസിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ നാൻഡ് ഗേറ്റിന്റെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ 1 കിട്ടും. അപ്പൊ ഇവിടുത്തെ കേസിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ക്യൂവിന്റെ വാല്യൂ 1 എന്ന് കിട്ടി, ക്യൂ ബാർ എന്ന് പറയുന്നതും 1 കിട്ടി. പക്ഷെ അത് പോസിബിൾ അല്ല, കാരണം നമുക്കറിയാം ക്യൂവിന്റെ കോംപ്ലിമെന്റ് ആണ് ക്യൂ ബാർ വരുന്നത്. സോ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻവാലിഡ് ആണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു കണ്ടീഷനും കൂടി നോക്കാം. എസ് ഈക്വൽ ടു 0 ആർ ഈക്വൽ ടു 1. എസ് ഈക്വൽ ടു 0 ആർ ഈക്വൽ ടു 1 നോക്കുകയാണെങ്കിൽ എസ് ഈക്വൽ ടു 0 ആർ ഈക്വൽ ടു 1. എസ് 0 ആണ്, ആറിന്റെ വാല്യൂ എസിന്റെ വാല്യൂ 0 ആണ്, ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോ ആറിന്റെ വാല്യൂ 1, പിന്നെ ഇവിടുന്ന് ക്യൂ ബാറിന്റെ വാല്യൂ നേരത്തെ 1, അത് ഇവിടെ വന്നിട്ടുണ്ട്. സോ രണ്ട് ഇൻപുട്ടും 1 ആണ്. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 കിട്ടും. അതായത് ക്യൂ എന്ന് പറയുന്നത് 0 എന്ന് കിട്ടും. ദെൻ ആ ഒരു 0 എന്ന് പറയുന്ന വാല്യൂ ഇവിടേക്ക് ഇൻപുട്ട് ആയിട്ട് വരികയാണ്. എസ് ഓൾറെഡി 0 ആണ്. ഈ ഒരു 0യും കൂടെ വരുമ്പോഴത്തേക്കും 0യും 0യും കൂടെ ക്യൂ ബാറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് എസ് ആർ ലാച്ചിന്റെ വർക്കിംഗ് വരുന്നത്. അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം അറിഞ്ഞിരിക്കണം. എസ് ആർ ലാച്ച് ആണ്. സോ ഇൻപുട്ട് എന്ന് പറയുന്നത് എസും ആറും ആയിരിക്കും, ഔട്ട്പുട്ട് ക്യൂവും ക്യൂ ബാറും. ക്യൂ ആണ് മെയിൻ ഔട്ട്പുട്ട്, ക്യൂ ബാർ എന്ന് പറയുന്നത് അതിന്റെ കോംപ്ലിമെന്റ് ഔട്ട്പുട്ട് ആയിരിക്കും. ദെൻ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസിനും ആറിനും ഡിഫറെന്റ് വാല്യൂ കൊടുത്തു നോക്കുക. അതിന് മുന്നേ നമുക്ക് ഇതിപ്പോ എസ് ആർ ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റ് ആണ്. സോ നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ അറിഞ്ഞിരിക്കണം. നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും, രണ്ട് ഇൻപുട്ടും 1 ആണെങ്കിൽ. നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും, ഏതെങ്കിലും ഒരു ഇൻപുട്ട് എങ്കിലും 0 ആയാൽ. ഇതാണ് നാൻഡ് ഗേറ്റിന്റെ ഒരു ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ദെൻ നമ്മളിതിന്റെ വർക്കിങ്ങിന് ആദ്യം എസിന് 1 കൊടുക്കുക, ആറിന് 0 കൊടുത്തു. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ക്യൂ എന്ത് കിട്ടി നോക്കാം. ആ ക്യൂവിന്റെ വാല്യൂ ഫീഡ്ബാക്ക് ചെയ്ത് സെക്കൻഡ് നാൻഡ് ഗേറ്റിലേക്ക് വരുന്നു. അപ്പൊ നമുക്ക് ക്യൂ ബാറും കിട്ടും. ദെൻ അടുത്ത കണ്ടീഷൻ എസിന് 1ഉം ആറിന് 1ഉം കൊടുക്കും. അപ്പോ ശരിക്കും ഒരു ഇൻപുട്ട് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ, മറ്റേ ഇൻപുട്ട് ഈ ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് ചെയ്ത് വരുന്നതാണ്. അപ്പൊ നമുക്ക് എസിനും ആറിനും ഡിഫറെന്റ് വാല്യൂ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടും കിട്ടും. ആകെ എസ് ഈക്വൽ ടു 1 ആർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു കണ്ടീഷന് മാത്രം ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ടും ക്യൂ ബാർ എന്ന് പറയുന്ന ഔട്ട്പുട്ടും നമുക്ക് 1 എന്നാണ് കിട്ടിയത്. സോ അത് ഇൻവാലിഡ് കണ്ടീഷൻ ആണ്. ഇതാണ് എസ് ആർ ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റ്. അപ്പൊ നമ്മൾ എസ് ആർ ലാച്ച് പഠിച്ചപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാച്ചിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ ഈ എസ് ആർ ലാച്ചിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എസിന്റെയും അതേപോലെ തന്നെ ആറിന്റെയും വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടായ ക്യൂവും ക്യൂ ബാറും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻപുട്ടിനനുസരിച്ച് ഇവിടെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയ്ക്കും ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ, അതായത് ഇൻപുട്ടിനനുസരിച്ച് നമ്മുടെ സ്റ്റോർ ചെയ്ത ഡേറ്റയ്ക്കും ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇഷ്യൂ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കയ്യിലൊരു ലാച്ച് ഉണ്ട്, ലാച്ചിന് ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട്. അതിന്റെ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് മാത്രമല്ല സ്റ്റോർ ചെയ്തേക്കുന്ന ഡേറ്റയ്ക്കും ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇഷ്യൂ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു
ലാച്ചിലേക്ക് ഒരു ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനെ ലാച്ച് സർക്യൂട്ടിന്റെ കൂടെ നമ്മളൊരു ക്ലോക്കും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഒരു എലമെന്റ് കിട്ടും. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ട് എന്ന് പറയുന്നത് ലാച്ചിലുള്ള ഈ ഒരു ഇഷ്യൂ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്.